വിശദമായ വാർത്തയിലേക്ക്. UDF-നെ മികച്ച ഭൂരിപക്ഷത്തോടെ ഭരണത്തിൽ എത്തിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വെള്ളാപ്പള്ളി ആർക്കു വേണ്ടിയാണ് പറയുന്നതെന്ന് തനിക്കറിയാം. താൻ ശ്രീനാരായണ ദർശനങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. 90 വയസ്സിന് അടുത്തെത്തിയ വെള്ളാപ്പള്ളിക്ക് അതേ ഭാഷയിൽ മറുപടി നൽകാനില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. എന്താണ് ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാനോ തർക്കത്തിനൊന്നും പോകുന്നില്ല. പക്ഷെ അദ്ദേഹം ഒരു സത്യം അതിൻ്റെ ഇടയിൽ പറഞ്ഞു. 98 സീറ്റ് UDF-ന് കിട്ടിയാൽ അദ്ദേഹം രാജിവെക്കുന്നു. അപ്പോൾ 97 വരെ അദ്ദേഹത്തിന് യാതൊരു സംശയമില്ല. ഞാൻ അദ്ദേഹത്തുമായിട്ട് വെല്ലുവിളിയോ ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. UDF-നെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ചോദിച്ച് ഉറപ്പായി പോകും. നിതിൻ സേവ്യർ ചേരുന്നുണ്ട്. നിതിൻ, നിലവിലെ ഈ വിവാദങ്ങൾ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യത്തിൽ വി.ഡി. സതീശന്റെ പ്രതികരണം, ഒപ്പം തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഏത് രീതിയിലാണ് പ്രതികരിച്ചത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പരിപാടികളിൽ വെള്ളാപ്പള്ളി നടേശൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ തെരഞ്ഞുപിടിച്ച് കടന്നാക്രമിക്കുന്നുണ്ട്. അത് ഒരു വേളകളിൽ വളരെ മോശം ഭാഷയിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നു, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുമൊക്കെയുണ്ട്. വി.ഡി. സതീശൻ ഈഴവ വിരോധിയാണെന്നും കെ സുധാകരൻ ഈഴവനായതുകൊണ്ട് പുറത്താക്കിയതാണെന്നും അടക്കമുള്ള ചില പരാമർശങ്ങളും ഒപ്പം തന്നെ പുറത്തു പറയാൻ അല്ലെങ്കിൽ വളരെ മോശം തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഈഴവ വിരോധിയാണ് എന്നുള്ള പരാമർശത്തിന് വി.ഡി. സതീശൻ മറുപടി നൽകിയതാണ്. അപ്പോഴാണ് ഇന്നലെ പറവൂരിൽ നടന്ന പരിപാടിയിൽ ഇത്തരത്തിൽ 98 സീറ്റ് കോൺഗ്രസ് UDF നേടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ തയ്യാറാണോ എന്ന് വി.ഡി. സതീശനെ വെള്ളാപ്പള്ളി നടേശൻ വെല്ലുവിളിക്കുന്നത്. ഇതിന് മറുപടിയായാണ് വി.ഡി. സതീശൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പൂർണ്ണമായും കോൺഫിഡൻസ് ആണ്. 98 അല്ലെങ്കിൽ മികച്ച ഭൂരിപക്ഷത്തോടെ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ UDF-നെ ഭരണത്തിലെത്തിക്കാനായില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ വെല്ലുവിളി അദ്ദേഹം കൃത്യമായി ഏറ്റെടുക്കുന്നു. ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ മറ്റു പ്രസ്താവനകളിൽ മറുപടി പറയാനില്ല എന്നാണ് പറഞ്ഞത്. അതായത് അദ്ദേഹത്തിന്റെ പ്രായം കണക്കിലെടുത്ത് 90 വയസ്സായ ആളാണ്, അദ്ദേഹത്തിന് അതുകൊണ്ട് മറുപടി പറയുന്നില്ല. ഒപ്പം തന്നെ താൻ ഇരിക്കുന്ന ഒരു പൊസിഷന്റെ പ്രതിപക്ഷ നേതാവ് എന്ന പദവിയുടെ ഔചിത്യം തനിക്കറിയാം, അതുകൊണ്ട് അദ്ദേഹത്തോട് പ്രതികരിക്കാനില്ല എന്നാണ് പറയുന്നത്. വർഗീയത ആര് പറഞ്ഞാലും, വിദ്വേഷം പറയുന്ന കാര്യങ്ങൾ ആര് പറഞ്ഞാലും അതിനെതിരെ പ്രതികരിക്കുമെന്നും താൻ ശ്രീനാരായണ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണെന്നൊക്കെയാണ് വി.ഡി. സതീശൻ പറയുന്നത്. പക്ഷേ മറ്റ് പരാമർശങ്ങൾ അല്ലെങ്കിൽ തന്നെക്കുറിച്ചുള്ള മറ്റ് ആരോപണങ്ങളൊന്നും വെള്ളാപ്പള്ളി നടേശന് മറുപടി നൽകാൻ വി.ഡി. സതീശൻ ഒരുക്കമല്ല. ഒപ്പം തന്നെ ഈ താൻ UDF-നെ ഭരണത്തിലെത്തിച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ രാജിവെക്കേണ്ടതില്ലെന്നും ആജീവനാന്തം ആ പദവിയിൽ തന്നെ അദ്ദേഹം തുടരണമെന്നുള്ള ഒരു പരിഹാസം കൂടി വി.ഡി. സതീശന്റെ ഭാഷയിലുണ്ട്. ഏതായാലും വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വി.ഡി. സതീശനെ ലക്ഷ്യമിട്ട് തന്നെ ആക്രമിക്കുകയാണ്. അതിനുള്ളൊരു മറുപടി അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഇനി താനൊരു മറുപടി പറയില്ല എന്നുകൂടിയാണ് വി.ഡി. സതീശൻ പറഞ്ഞു വയ്ക്കുന്നത്. ധന്യ. ശരി.